കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. പാനൂർ സ്വദേശി കാട്ടിൻഡവട ഷെറിനെയാണ് രക്തസാക്ഷിയാക്കിയത്. സ്ഫോടനത്തെയും ഷെറിൻ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളെയും സിപിഎം നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ഈ സമ്മേളനം ഡിവൈഎഫ്ഐ പാനൂർ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പാർട്ടിക്ക് ഏറെ പേരുദോഷം കേൾപ്പിച്ച സംഭവത്തിലെ പ്രതിയെ രക്തസാക്ഷിയായി അനുസ്മരിച്ചത്. യോഗത്തിൽ അവതരിപ്പിച്ച രക്തസാക്ഷി പ്രമേയത്തിൽ ഷെറിന് മേഖലാ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. 2024 ഏപ്രിൽ 5 പുലർച്ചെ കുന്നോത്തുപറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിന്റെ ടെറസിലാണ് സ്ഫോടനം നടന്നത്. പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന സംഭവത്തെ ഗത്യന്തരമില്ലാതെ അന്ന് സിപിഎം തള്ളിപ്പറഞ്ഞു. കൊല്ലപ്പെട്ട ഷെറിന് പാർട്ടി ബന്ധമില്ലെന്നായിരുന്നു സിപിഎം നേതൃത്വത്തിന്റെ വാദം. ഷെറിൻ ഉൾപ്പെടെ 15 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. 2ാം പ്രതിയാണ് ഷെറിൻ. കേസിലെ 7ാം പ്രതിയായ അമൽ ബാബുവിനെ മാസങ്ങൾക്ക് മുൻപ് കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി സിപിഎം തെരഞ്ഞെടുത്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.